നമ്മൾ ഇന്നലെ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തില്ലേ? ചെയ്തില്ലേ? സോറി, ഇന്നലെ അല്ല. ഇതല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ? ഏതാ? വേർഡ് പ്രോബ്ലംസ് അല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നേ? അതിൽ എത്ര എണ്ണം പറഞ്ഞു? ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രോപ്പർട്ടീസിന്റെ നോട്ട് തരാനുണ്ടല്ലേ ബാക്കി? ഓക്കെ, ഞാൻ ഇന്ന് തരാന്ന് വിചാരിച്ചതാ, ബട്ട് ഇന്ന് സമയമില്ല. ഞാൻ എന്തായാലും നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തരാം കേട്ടോ. ഓക്കെ, പ്രോപ്പർട്ടീസിന്റെ 2 എണ്ണത്തിന്റെ നോട്ട് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഫുൾ നോട്ട് തന്നെ നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തരാം. അപ്പോ 4 എണ്ണം നമ്മള് ഡിസ്കസ് ചെയ്തു. 5ാമത്തെ ക്വസ്റ്റ്യൻ ആരാ വായിക്കുന്ന? 5ാമത്തെ ക്വസ്റ്റ്യൻ ആരാ വായിക്കുന്നേ? മുഹമ്മദ്. ഓക്കെ, മുഹമ്മദ് വായിച്ചു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചോ. പെട്ടെന്ന് വായിക്കേ. Stone pillar weighs 289 kilogram. What will be the weight of 74 such pillars? എന്താ ക്വസ്റ്റ്യൻ? അർത്ഥം പറഞ്ഞതാ? അർത്ഥം പറഞ്ഞു തരാനല്ലേ നിങ്ങളോട് വായിക്കാൻ പറയുന്നേ. ഒരു സ്റ്റോൺ പില്ലറിന് 289 കിലോഗ്രാം ആണ്. 74 സ്റ്റോൺ പില്ലറിന് എത്ര കിലോ ആവുന്നു? എത്ര വെയിറ്റ് ഉണ്ടാകുന്നു? കിലോഗ്രാം ആവും. ഓക്കെ, അത് തന്നെയാണ് ക്വസ്റ്റ്യൻ. അതായത് ഒരു സ്റ്റോൺ പില്ലറിന്റെ വെയിറ്റ്, പില്ലർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പില്ലർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? വലിയ തൂണൊക്കെ ഉണ്ടാവില്ല, നമ്മളെ പാലങ്ങളൊക്കെ കെട്ടുമ്പോ വെക്കുന്ന വലിയ തൂണില്ലേ, അതിനെയാണ് പില്ലർ എന്ന് പറയുന്നത്. വലിയ ബിൽഡിംഗ് ഒക്കെ കെട്ടുമ്പോ തൂണല്ലേ ആദ്യം ആക്കുന്നേ, പില്ലർ കെട്ടിയിട്ടാണ് പിന്നെ ചുമര് കെട്ടുന്നത്. അപ്പൊ അതിനെയാണ് പില്ലർ എന്ന് പറയുന്നത്. ഒരു സ്റ്റോൺ പില്ലറിന് 289 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. 289 കിലോഗ്രാം വെയിറ്റ് ഉണ്ട്. അങ്ങനെയുള്ള 74 സ്റ്റോൺ പില്ലേഴ്സിന്റെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? 74 സ്റ്റോൺ പില്ലേഴ്സിന്റെ ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? ആരാ പറഞ്ഞായിരുന്നു എങ്ങനെ കണ്ടുപിടിക്കുന്നേന്ന്? ഹന്ന. 289 × 74 ചെയ്തത്. 289 × 74. ഇതിന്റെ സ്റ്റെപ്പ് എഴുതി തരണോ? ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഒറ്റയ്ക്ക് എഴുതുവോ? വേർഡ് പ്രോബ്ലംസ് എഴുതാൻ ഏകദേശം പഠിച്ചല്ലേ? അപ്പൊ അതിന്റെ ക്വസ്റ്റ്യന്റെ അടുത്ത് ജസ്റ്റ് 289 × 74 എന്ന് മാത്രം എഴുതി വെച്ചു. ടെക്സ്റ്റില് ക്വസ്റ്റ്യന്റെ അടുത്ത് 289 × 74 എന്ന് എഴുതി വെക്കുക. അങ്ങനെയാണ് അതിന്റെ ആൻസർ കണ്ടുപിടിക്കണേന്ന് അറിയാൻ വേണ്ടി മാത്രം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ടിലേക്ക് ആ ക്വസ്റ്റ്യൻ എഴുതുക, സ്റ്റെപ്സ് എഴുതുക, എന്നിട്ട് ആൻസറും കണ്ടുപിടിക്കുക. ഇപ്പൊ ഇത് ഹോംവർക്ക് ആയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇത് പേജ് നമ്പർ 96-ലെ 4 എണ്ണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പൊ പറഞ്ഞു, അതെങ്ങനെ ചെയ്യേണ്ടതെന്നും പറഞ്ഞു. 289 × 74 ചെയ്താൽ അതിന്റെ ആൻസർ കിട്ടും. അപ്പൊ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യന്റെ ആൻസറും നിങ്ങൾ സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് എഴുതാം.
കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് മിസ് പറഞ്ഞുതരാം. അത് ജസ്റ്റ് ടെക്സ്റ്റിൽ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് നോട്ടിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എഴുതുക, അതിന്റെ ആൻസർ എഴുതുക. ഇതിന് വേറെ ഹോംവർക്ക് ഒന്നുമില്ല, ഇത് തന്നെയായിരിക്കും കേട്ടോ ഹോംവർക്ക്. മിസ് നമ്മ കൊറേ വേർഡ് പ്രോബ്ലം ചെയ്തിന്, അന്നേരം മിസ് പറഞ്ഞുതരൊന്നും വേണ്ട. പറഞ്ഞുതരണ്ടേ? ജസ്റ്റ് ഒന്ന് വെറുതെ പറഞ്ഞുതരാം എല്ലാ ക്വസ്റ്റ്യനും. ഓക്കെ, അപ്പോ ആറാമത്തെ ക്വസ്റ്റ്യൻ എന്താ? A shopkeeper sells 63 kinds of sweets. On a particular day, he has 745 pieces of sweets of each kind. How many sweets does he have in all? ഒരു ഷോപ്കീപ്പറിന്റെ കയ്യിൽ, അതായത് ഒരു ബേക്കറിയിൽ 63 kinds of sweets ഉണ്ട്. ബേക്കറിയിൽ പോയാൽ നിങ്ങൾ കാണില്ലേ, ഓരോ ഭരണിയിൽ ഓരോ സ്വീറ്റ് ഇട്ട് വെച്ചിട്ട്, ഓരോ ചോക്ലേറ്റ് അല്ലെങ്കിൽ ഓരോ ബിസ്ക്കറ്റ്, ഇങ്ങനെ ഓരോ ഭരണിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെ 63 ടൈപ്സ് ഓഫ് സ്വീറ്റ്സ് ഉണ്ട് ഒരു ബേക്കറിയിൽ. ഓക്കെ, അപ്പൊ ഓരോ ടൈപ്പ് സ്വീറ്റും 745 പീസ് ഉണ്ട്. ഇപ്പോ ഒരു ബിസ്ക്കറ്റ് ആണെങ്കിൽ ബിസ്ക്കറ്റിന്റെ 745 പീസ് ഉണ്ട്. അല്ലെങ്കിൽ ലഡു ആണെങ്കിൽ 745 ലഡു ഉണ്ട്. ജിലേബി ആണെങ്കിൽ 745 ജിലേബി ഉണ്ട്. അങ്ങനെ ഈ 63 കൈൻഡ് ഓഫ് സ്വീറ്റും 745 നമ്പേഴ്സ് വീതമുണ്ട്. എന്താ കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ നമ്പർ ഓഫ് സ്വീറ്റ്സ്. എങ്ങനെ കണ്ടുപിടിക്കും? 745 into 63. ആ ക്വസ്റ്റ്യൻ അടുത്താവുന്ന എഴുതി വെച്ചോ. 745 into 63. അപ്പൊ ഇതിന്റെ ആൻസർ എങ്ങനെയാ കിട്ടുക? 745 into 63. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ. An ant can carry 82 grains of rice in a day. How many grains of rice can 654 ants carry in a day? എന്താ ക്വസ്റ്റ്യൻ? ഒന്നുകൂടി വായിച്ചുതരാം. An ant can carry 82 grains of rice in a day. How many grains of rice can 654 ants can carry in a day? Question മനസ്സിലായോ? എന്താ ജോസി പറഞ്ഞ മോളെ? ക്വസ്റ്റ്യന്റെ മീനിങ് എന്താന്ന് പറഞ്ഞേ? ജോസി പറഞ്ഞോ, ക്വസ്റ്റ്യന്റെ മീനിങ് എന്താന്ന് പറഞ്ഞോ? ഒരു ഉറുമ്പിന് 28 അരിമണികള് ഒരു ദിവസം ചുമക്കാൻ പറ്റും. അപ്പം 154 ആൻസ് എത്ര അരിമണികൾ വീതം ഒരു ദിവസം കൊണ്ടുപോകും? യെസ്, കറക്റ്റ്. ഒരു ആന്റിന്, ഒരു ഉറുമ്പിന് ഒരു ദിവസം 82 grains ഓഫ് റൈസ്, അരിമണികൾ ചുമന്നുകൊണ്ട് പോവാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ 654 ആൻസിന് ടോട്ടൽ എത്ര ഗ്രെയിൻസ് കടത്താൻ പറ്റും? ഒരു ആന്റിന് 82 ഗ്രെയിൻസ് കടത്താൻ പറ്റുമെങ്കിൽ 654 ആൻസിന് ഒരു ദിവസം എത്ര ഗ്രെയിൻസ് ചുമന്നുകൊണ്ട് പോവാൻ പറ്റും? എങ്ങനെ കണ്ടുപിടിക്കാം? 654 into 82. 654 into 82. Okay, then 8th one. A shelf in a library contains 258 books. A shelf in a library contains 258 books. How many books will be there in 174 such shelves? ഒരു ലൈബ്രറിയിലെ, വലിയൊരു ലൈബ്രറിയിലെ ഒരു ഷെൽഫില് എത്ര ബുക്സ് ഉണ്ട്?
258 ബുക്സ് ഉണ്ട്. അതുപോലുള്ള 174 ഷെൽഫ്സില് ടോട്ടൽ എത്ര ബുക്സ് ഉണ്ടാവും? ഒരു ഷെൽഫില് 258 ബുക്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 174 ഷെൽഫില് ടോട്ടൽ എത്ര ബുക്സ് ഉണ്ടാവും? എങ്ങനെ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? 258 into 174. 258 into 174. Next, 9th one. In a village, each family consumes 260 units of electricity. In a village, each family consumes 260 units of electricity. If there are 362 families in the village, how much electricity will be consumed by them? ഒരു ഫാമിലി, ഒരു വില്ലേജിലുള്ള ഒരു ഫാമിലി 260 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇലക്ട്രിസിറ്റി യൂണിറ്റ്സിലല്ലേ പറയാം. അപ്പൊ ഒരു ഫാമിലി 260 യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ 362 ഫാമിലീസ് ടോട്ടൽ എത്ര യൂണിറ്റ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ടാകും? ഒരു ഫാമിലി കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ യൂണിറ്റ് എത്രയാ? 260. അങ്ങനെയാണെങ്കിൽ 362 ഫാമിലീസ് കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ ടോട്ടൽ യൂണിറ്റ് എത്രയായിരിക്കും? 362 into 260. ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം ആൻസർ നിങ്ങൾ നോട്ടിൽ എഴുതുക. എന്നിട്ട് ഹോംവർക്ക് അതാണ്. ഈ ക്വസ്റ്റ്യൻ എഴുതുക, ആൻസറിന്റെ സ്റ്റെപ്പ് എഴുതുക, എന്നിട്ട് ആൻസറും കണ്ടുപിടിക്കാം. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു? 5, 6, 7, 8, 9. ഓക്കെ, എന്താ മുഹമ്മദേ? ആ, ചെറിയൊരു ഡൗട്ട് പോലെയാണ്. എന്താ? ഈ വലിയ നമ്പർ അല്ലേ ഗുണിക്കുമ്പോ ആദ്യം വലിയ നമ്പർ അല്ല ആദ്യം ഗുണിക്കുമ്പോ? ആ, അപ്പൊ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. റെഹാൻ സ്റ്റെപ്പ് എഴുതണം. വേർഡ് പ്രോബ്ലത്തിന് എന്തായാലും സ്റ്റെപ്പ് എഴുതിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. എന്താ ഏഞ്ചൽ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറഞ്ഞുതരാം, അത് ക്ലിയർ ആയില്ല. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സ്റ്റോൺ പില്ലറിന്റെ വെയിറ്റ് 289 കിലോഗ്രാം. അതുപോലുള്ള 74 പില്ലറിന്റെ ടോട്ടൽ വെയിറ്റ് 289 into 74. ഓക്കെ, അപ്പൊ നമ്മൾ ഇതും കൊണ്ട് എന്താ ലക്ഷ്മിപ്രിയ? എട്ടാമത്തെ 50ാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പോലെയാണോ ചെയ്യണ്ടേ? അല്ല, സാധാരണ ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ മതി. വേർഡ് പ്രോബ്ലത്തിന് നിങ്ങൾ പ്രോപ്പർട്ടി ഒന്നും അപ്ലൈ ചെയ്യേണ്ട, ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ മാത്രം ചെയ്താൽ മതി. സ്റ്റെപ്പ് എഴുതണമെന്നേ ഉള്ളൂ. വേർഡ് പ്രോബ്ലത്തിന്റെ ആൻസർ എഴുതുമ്പോ യു മസ്റ്റ് റൈറ്റ് ദി സ്റ്റെപ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടം കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിവിഷൻ. മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് നമ്മൾ ആദ്യം പഠിച്ചു. എന്താ പഠിച്ചേ? മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്നാ പഠിച്ചേ ആദ്യം? റിപ്പീറ്റഡ് അഡിഷൻ. റിപ്പീറ്റഡ് അഡിഷൻ ആണ് മൾട്ടിപ്ലിക്കേഷൻ. ബട്ട് ഡിവിഷൻ ഈസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കുറെ തവണ സബ്ട്രാക്ട് ചെയ്യുന്നത് മാത്രമല്ല, ഒരു നമ്പറിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ നമ്പർ സബ്ട്രാക്ട് ചെയ്ത് we have to reach at 0. നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് എവിടെ എത്തണം? 0യിൽ എത്തണം. അങ്ങനെ വരുന്ന റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിവിഷൻ എന്ന് പറയുന്നത്.
ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോ നമ്മൾ 10ൽ നിന്ന് നമ്മൾ ഒരു തവണ 2 മൈനസ് ചെയ്തു. എത്ര കിട്ടി? 8 എന്ന് കിട്ടി അല്ലേ? ഇനി പിന്നെ നമ്മൾ ബാക്കി വരുന്ന 8ൽ നിന്ന് ഒരു തവണയും കൂടി 2 മൈനസ് ചെയ്തു. എത്ര കിട്ടി? 6 എന്ന് കിട്ടി. ആ 6ൽ നിന്ന് നമ്മൾ again 2 മൈനസ് ചെയ്തു. 4 എന്ന് കിട്ടി. again നമ്മൾ ആ 4ൽ നിന്ന് ബാക്കി വരുന്ന 4ൽ നിന്ന് 2 മൈനസ് ചെയ്യുന്നു. എത്ര കിട്ടും? 2 എന്ന് കിട്ടും. again ബാക്കി വരുന്ന 2ൽ നിന്ന് നമ്മൾ 2 മൈനസ് ചെയ്യുന്നു. we get 0 അല്ലേ? we get 0. അപ്പൊ നമ്മള് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നേ? 10ൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് 2 മൈനസ് ചെയ്യുന്നു. എത്ര തവണ മൈനസ് ചെയ്യുന്നു? 0 എത്തുന്നത് വരെ നമ്മൾ മൈനസ് ചെയ്യുന്നു. 10ൽ നിന്ന് 2 മൈനസ് ചെയ്യുന്നു, 0 എത്തുന്നത് വരെ 2 മൈനസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ആക്ച്വലി ഇവിടെ എന്താ ചെയ്യുന്നേ? 10 divided by 2. 10 divided by 2. നമ്മള് എത്ര തവണ സബ്ട്രാക്ട് ചെയ്തിട്ടാണ് മൈനസ് ചെയ്തിട്ടാണ് 0യിൽ എത്തുന്നത്? 10ൽ നിന്ന് 2 എത്ര തവണ സബ്ട്രാക്ട് ചെയ്തു? എത്ര തവണ സബ്ട്രാക്ട് ചെയ്തേ? 1 2 3 4 5. 5 ടൈംസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ 10നെ നമ്മൾ 2 5 ടൈംസ് മൈനസ് ചെയ്ത് 0യിൽ എത്തി. ദാറ്റ് മീൻസ് 10 divided by 2 is equal to 5. 10 divided by 2 is equal to 5. ഇതേപോലെ നമ്മൾ 20ൽ നിന്ന് 4 മൈനസ് ചെയ്തു എന്ന് വിചാരിച്ചു. കണ്ടിന്യൂസ് ആയിട്ട് 4 മൈനസ് ചെയ്യുന്നു. 20ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ we get 16. അത് കഴിഞ്ഞ് 16ൽ നമ്മൾ again 4 മൈനസ് ചെയ്യുന്നു, 12. പിന്നെ ബാക്കി വരുന്ന 12ൽ നിന്ന് again നമ്മൾ 4 മൈനസ് ചെയ്യുന്നു, we get 8. ബാക്കി വരുന്ന 8ൽ നിന്ന് നമ്മൾ again 4 മൈനസ് ചെയ്യുന്നു, we get 4. At last we subtract 4 from the remaining 4. 4 minus 4 is equal to 0. അപ്പൊ നമ്മൾ കുറെ തവണ 4 മൈനസ് ചെയ്ത് 20ൽ നിന്ന് 0യിൽ എത്തി അല്ലേ? 20ൽ നിന്ന് 0യിൽ എത്തി. അപ്പൊ നമ്മൾ 20യെ ആക്ച്വലി ഇവിടെ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ 4ലെ കണ്ടിന്യൂസ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നത്. സോ we divide 20 by 4. എത്ര തവണ നമ്മൾ 4 സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് 0യിൽ എത്തുന്നത്? എത്ര തവണ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0യിൽ എത്തുന്നത്? 1 2 3 4 5. 5 ടൈംസ് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ എഴുതുന്ന 20ൽ നിന്ന് 0യിലേക്ക് എത്തുന്നത്. അപ്പോ 20 divided by 4 is equal to 5. This explains that division is the repeated subtraction. Division എന്ന് പറയുന്നത് repeated subtraction ആണ്. Multiplication എന്ന് പറയുന്നത് എന്താന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? Repeated addition ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരേ നമ്പർ തന്നെ റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്യുന്നതിന് പകരമാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. അതേപോലെ ഒരേ നമ്പർ റിപ്പീറ്റ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിവിഷന്റെ ഒരു 4 പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അതുകൂടി നോക്കാം. പ്രോപ്പർട്ടീസും കൂടി നോക്കാം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് പ്രോപ്പർട്ടി ടെക്സ്റ്റിൽ നോക്കിക്കോ എല്ലാവരും. പേജ് നമ്പർ 97. ഡിവിഷന്റെ തൊട്ട് താഴെ പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സെന്റൻസ്, when a number is divided by 1, the quotient is the number itself. When a number is divided by 1,
The quotient is the number itself. What do you mean by quotient? എന്താ quotient എന്ന് വെച്ചാല്? എന്താ മുഹമ്മദ്? ആ ഡിവിഷൻ ഞാൻ കൊറേ ഇവിടെ പഠിച്ചിട്ട് എങ്ങനെ ഡിവിഷൻ തലേ കയറുന്നില്ല. ഡിവിഷൻ തലേ കയറുന്നില്ലേ? ഇല്ല. തലേ കയറ്റിത്തരാം, വെയിറ്റ്. ഡിവിഷൻ തുടങ്ങിയില്ലല്ലോ, നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതല്ലേ ഉള്ളൂ. നമുക്ക് ഇപ്പൊ തൽക്കാലം പ്രോപ്പർട്ടീസ് പഠിക്കാം. ഓ ഫുള്ള് അതിലെല്ലാ ഫുള്ള് നമ്പറും. അതിന് ഡിവിഷൻ തലേ കയറണമെങ്കിലേ ആദ്യം എന്ത് ചെയ്യണം എന്നറിയോ? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആദ്യം തലേ കയറ്റണം. അതൊക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാം അറിയാം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കറക്റ്റ് ആയിട്ട് തലയിൽ കയറ്റിയിട്ടുണ്ടെങ്കിൽ ഡിവിഷനും തലയിൽ കയറും. അതിനൊരു കുഴപ്പമുണ്ടാവില്ല. എന്തുകൊണ്ടത്? ഡിവിഷൻ ഈസ് ദി റിവേഴ്സ് പ്രോസസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? നമ്മൾ സാധാരണ അഡിഷന്റെ റിവേഴ്സ് ആണ് സബ്ട്രാക്ഷൻ എന്ന് പഠിച്ചു. അതേപോലെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷന്റെ ജസ്റ്റ് റിവേഴ്സ് ആണ് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡിവിഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം. കറക്റ്റ് ആയിട്ട് പഠിച്ചോ? ആ ഓക്കെ, എന്നാ ഞാൻ തലയിൽ കയറ്റി തരാം, കുഴപ്പമില്ല. അപ്പോ നമ്മൾ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്? ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയേ. When a number is divided by 1, the quotient is the number itself. നമ്മൾ ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ the quotient is the number itself. എന്താ quotient എന്ന് വെച്ചാൽ ഹന്ന റോസ്, എന്താ quotient? നമ്മൾ ഡിവിഷൻ ചെയ്ത് കിട്ടുന്ന ആൻസറിനെയാണ് quotient എന്ന് പറയുന്നത്. യെസ്, വെരി ഗുഡ്. നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? quotient എന്ന് പറയുന്നത്. ഇതേപോലെ 4 ബേസിക് ഓപ്പറേഷൻസിനും ഓരോ വേർഡ് ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്യ്, ആ ടെക്സ്റ്റിന്റെ സൈഡില് അവിടെ ഒന്ന് എഴുതി വെച്ചോ, അത് മറന്നു പോവണ്ട. നമ്മൾ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കിട്ടുന്ന സമയത്ത് അഡീഷന്റെ കേസിൽ കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് പറയും? സം എന്ന് പറയും. SUM, സം. രണ്ട് നമ്പർ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ആൻസറിനെ നമ്മൾ എന്ത് പറയും? ഡിഫറൻസ് എന്ന് പറയും. ഇനി രണ്ട് നമ്പർ മൾട്ടിപ്ലിക്കേറ്റ് ചെയ്ത് കിട്ടുന്നതിനെ എന്ത് പറയും? പ്രൊഡക്റ്റ് എന്ന് പറയും. ഇനി രണ്ട് നമ്പർ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിനെ എന്ത് പറയും? കോഷ്യന്റ് എന്ന് പറയും. എന്താ പറയാ? കോഷ്യന്റ്. അത് ജസ്റ്റ് ആ ഡിവിഷന്റെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ പേജില് അവിടെ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ഇതൊന്ന് എഴുതി വെച്ചു. ആ പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷന്റെ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്, അവിടെ ജസ്റ്റ് ഇതൊന്ന് എഴുതി വെച്ചു. അഡീഷന്റെ കേസിൽ നമ്മൾ ആൻസറിനെ സം എന്ന് പറയുന്നു. സബ്ട്രാക്ഷന്റെ കേസിൽ ആൻസറിനെ ഡിഫറൻസ് എന്ന് പറയുന്നു. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ ആൻസറിനെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നു. ഡിവിഷന്റെ കേസിൽ ആൻസറിനെ കോഷ്യന്റ് എന്ന് പറയുന്നു. ഇനി ഫൈൻഡ് ദ ഡിഫറൻസ് എന്ന് വെച്ചാൽ അവിടെ എന്താ ചെയ്യണ്ടേ? സബ്ട്രാക്ഷൻ. ഇനി ഫൈൻഡ് ദ കോഷ്യന്റ് എന്നാണെങ്കിലോ അവിടെ ഡിവൈഡ് ചെയ്യണം. ഫൈൻഡ് ദ സം ആണെങ്കിൽ അവിടെ ആഡ് ചെയ്യണം. ഫൈൻഡ് ദ പ്രൊഡക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോപ്പർട്ടീസ് പറഞ്ഞു തുടങ്ങി. ഫസ്റ്റ് പ്രോപ്പർട്ടി, when a number is divided by 1, the quotient is the number itself. നമ്മള്
ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ആൻസർ. ഓക്കെ, ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ ഫസ്റ്റ് പ്രോപ്പർട്ടി, when a number is divided by 1 the quotient is the number itself. അത് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. എന്താ ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്? നമ്മള് ഏതൊരു നമ്പറിനെയും, ചെറിയ നമ്പർ ആയാലും വലിയ നമ്പർ ആയാലും, ഏതൊരു നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താല് അതിന്റെ കോഷ്യന്റ് അതേ നമ്പർ തന്നെ ആയിരിക്കും, ആൻസർ അതേ നമ്പർ തന്നെ ആയിരിക്കും. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി, when a number is divided by itself the quotient is 1. നമ്മൾ ഏതൊരു നമ്പറിനെയും അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, കിട്ടുന്ന ആൻസർ എത്രയായിരിക്കും? 1. ആ സെന്റൻസും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. When a number is divided by itself the quotient is 1. This is the second property. Okay, next, third one, when 0 is divided by a number the quotient is 0. നമ്മൾ 0നെ ഏത് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലോ ആൻസർ 0 ആയിരിക്കും. എത്ര വലിയ നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ 0 ആയിരിക്കും. അതിന്റെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ? 0/5, 0 divided by 5 is equal to 0. Second example, 0 divided by 346 equal to 0. നമ്മള് 0നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 ആയിരിക്കും അതിന്റെ ആൻസർ. അതാണ് തേർഡ് പ്രോപ്പർട്ടി. ആ തേർഡ് പ്രോപ്പർട്ടി കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. തേർഡ് പ്രോപ്പർട്ടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. when 0 is divided by a number other than 0. ശ്രദ്ധിക്കേണ്ട കാര്യം, 0നെ 0 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 0നെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 0 അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു നമ്പറിനെ കൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഡിവൈഡ് ചെയ്താല് അതിന്റെ കോഷ്യന്റ് എപ്പോഴും 0 ആയിരിക്കും. എന്താ മുഹമ്മദേ? പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷനില് ഒന്നാമത്തെ, രണ്ടാമത്തെ, നാലാമത്തെ അതൊന്നും മനസ്സിലാക്കാം. നാലാമത്തെ പറഞ്ഞില്ലല്ലോ. ഒന്നാമത്തെ, രണ്ടാമത്തെ മനസ്സിലായവർ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുക്കോ മുഹമ്മദിന്? ആരാ പറഞ്ഞു കൊടുക്ക? ആരാ പറഞ്ഞു കൊടുക്കുന്നേ? ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞുതരാം. മുഹമ്മദ്, ഒന്നാമത്തെ പ്രോപ്പർട്ടി, ഏത് നമ്പറിനെയും നമ്മൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താല് അതേ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ആൻസർ. ഏത് നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താല് അതേ നമ്പർ ആയിരിക്കും അതിന്റെ ആൻസർ. സെക്കൻഡ് പ്രോപ്പർട്ടി, ഏത് നമ്പറിനെയും അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താല് 1 ആയിരിക്കും ആൻസർ. നമ്മൾ നേരത്തെ പറഞ്ഞത് നേരെ ഓപ്പോസിറ്റ്, ഫസ്റ്റ് പ്രോപ്പർട്ടിയുടെ നേരെ ഓപ്പോസിറ്റ്. ഏതൊരു നമ്പറിനെയും അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ 1 ആയിരിക്കും അതിന്റെ ആൻസർ. ഇനി തേർഡ് പ്രോപ്പർട്ടി, when 0 is divided by a number other than 0 the quotient is 0. 0യെ നമ്മള് ഏത് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0/1000 ആവട്ടെ, 0/10,000 ആവട്ടെ, 0/90,000 ആവട്ടെ, 0/1 lakh ആവട്ടെ, 0/10 lakh ആവട്ടെ, 0 നമ്മള് ഏത് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും the quotient will be 0. The quotient will be 0. ആ മൂന്നാമത്തെ പ്രോപ്പർട്ടി അണ്ടർലൈൻ ചെയ്തോ?
അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, ഇനി നാലാമത്തെ പ്രോപ്പർട്ടി, ഡിവൈഡിങ് എ നമ്പർ ബൈ സീറോ ഹാസ് നോ മീനിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു സീറോയെ നമ്മൾ ഏത് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും സീറോ ആയിരിക്കും ആൻസർ. But the fourth property says that dividing a number by zero has no meaning. നമുക്ക് ഒരിക്കലും ഒരു നമ്പറിനെ സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഈസ് 10 by 0, 10 divided by 0 അല്ലെങ്കിൽ 20 divided by 0. അങ്ങനെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. It has no meaning. We cannot find the answer by dividing a number by 0. Okay? അപ്പൊ 4 പ്രോപ്പർട്ടീസ് മനസ്സിലായോ? 4 പ്രോപ്പർട്ടീസ് മനസ്സിലായോ? നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷന്റെയും ഡിവിഷന്റെയും പ്രോപ്പർട്ടീസ് ഒന്നിച്ച് ഞാൻ നാളെ ആകുമ്പോഴത്തേക്ക് നോട്ട് തരാം കേട്ടോ. അത് നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചാൽ മതി. അപ്പൊ ഇന്നത്തെ ഹോംവർക്കിന്റെ കാര്യം മറക്കണ്ട. പേജ് നമ്പർ 96 എക്സസൈസ് 3.3 5ഉം 6ഉം 7ഉം 8ഉം 9ഉം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, ഹോംവർക്ക് മറക്കണ്ട. ഹോംവർക്ക് എല്ലാവരും ഇന്ന് തന്നെ ചെയ്ത് ഇന്ന് തന്നെ മിസ്സിന് അയച്ചു തരണേ. പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലോ എങ്ങനെ വേണമെങ്കിലും അയച്ചോ. ഇന്ന് തന്നെ ഹോംവർക്ക് അയച്ചു തരാം കേട്ടോ. ഓക്കെ, ബൈ.